ഹലോ സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി എന്ന് പറയുന്ന രണ്ടാമത്തെ മൊഡ്യൂളിൻ്റെ ബാക്കി ഭാഗമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നേച്ചർ ആൻഡ് ഫങ്ഷൻസ് ഓഫ് ദി സ്റ്റേറ്റ്, രാഷ്ട്രത്തിൻ്റെ സ്വഭാവവും അതിൻ്റെ ചുമതലകളുമാണ് പറയാൻ പോകുന്നത്. അപ്പോൾ മനസ്സിലാക്കേണ്ടത് രാഷ്ട്രത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചും അതിൻ്റെ ചുമതലകളെ പറ്റിയൊക്കെ വ്യത്യസ്ത വീക്ഷണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ രാഷ്ട്രത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള വ്യത്യസ്ത വീക്ഷണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാഴ്ചപ്പാടുകളാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഒന്ന് രാഷ്ട്രത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള ലിബറൽ കാഴ്ചപ്പാടും രാഷ്ട്രത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള മാർക്സിയൻ കാഴ്ചപ്പാടും. അപ്പോൾ ലിബറൽ വ്യൂ എന്താണ്, മാർക്സിയൻ വ്യൂ എന്താണ് എന്നുള്ളതാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാവരും ഹെഡിങ് ഒന്ന് ശ്രദ്ധിക്കുക, ലിബറൽ വ്യൂ. അപ്പോൾ രാഷ്ട്രത്തിൻ്റെ സ്വഭാവത്തെ പറ്റിയുള്ള ലിബറൽ കാഴ്ചപ്പാടാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലിബറൽ ചിന്തകന്മാർ രാഷ്ട്രത്തിൻ്റെ സ്വഭാവവും അതിൻ്റെ പ്രവർത്തനവും മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അവർ രാഷ്ട്രത്തെക്കുറിച്ചുള്ള ഒരു മെക്കാനിസ്റ്റിക് വ്യൂ ആണ് നമുക്ക് നൽകാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ലിബറൽ കാഴ്ചപ്പാടനുസരിച്ച് രാഷ്ട്രം എന്ന് പറയുന്നത് അത് സാമൂഹ്യ ക്രമത്തിൻ്റെ അല്ലെങ്കിൽ പ്രകൃതി ക്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ രാഷ്ട്രത്തെ മനസ്സിലാക്കേണ്ടതെന്നാണ് പറയുന്നത്. അതായത് സാമൂഹ്യ ക്രമത്തിൻ്റെ, സോഷ്യൽ ഓർഡറിൻ്റെ അല്ലെങ്കിൽ പ്രകൃതി ക്രമത്തിൻ്റെ, നാച്ചുറൽ ഓർഡറിൻ്റെ ഭാഗമായിട്ടാണ് രാഷ്ട്രത്തെ കാണേണ്ടത് എന്നാണ് ആര് പറയുന്നത്, ലിബറൽ കാഴ്ചപ്പാടുകാർ പറയുന്നത്. അപ്പോൾ ഈ ലിബറൽ ചിന്തകന്മാരുടെ ഒരു പ്രത്യേകത, അവർ നോൺ ഇൻ്റർഫിയറൻസ് എന്ന് പറയുന്ന ഒരു ആശയത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതായത് രാഷ്ട്രം എന്ന് പറയുന്ന ഒരു സംവിധാനം വ്യക്തിയുടെ മേലുള്ള ഇടപെടൽ വളരെ മിനിമമായിരിക്കണം. അതായത് വ്യക്തികളുടെ മേലുള്ള രാഷ്ട്രത്തിൻ്റെ ഏറ്റവും കുറഞ്ഞ രീതിയിലുള്ള ഇടപെടലിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ചിന്താഗതിയാണ് ലിബറലിസം എന്ന് പറയുന്നത്. രാഷ്ട്രം വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തിൽ അമിതമായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, ഇടപെടാൻ പാടില്ല. അതാണ് നോൺ ഇൻ്റർഫിയറൻസ് എന്ന് പറയുന്ന ആശയം. രാഷ്ട്രം വ്യക്തിയുടെ കാര്യങ്ങളിൽ അമിതമായിട്ട് ഇടപെടാൻ പാടില്ല എന്നുള്ളൊരു ചിന്താഗതിയാണ് ലിബറലിസം മുന്നോട്ട് വെക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ലിബറൽ കാഴ്ചപ്പാടനുസരിച്ച് വ്യക്തി സ്വാതന്ത്ര്യത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അപ്പോൾ രാഷ്ട്രം വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തിൽ അമിതമായിട്ട് ഇടപെടരുത് എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് ലിബറലിസം പറയുന്നത്. അതുപോലെ തന്നെ വ്യക്തി സ്വാതന്ത്ര്യത്തിനും വിപണിക്കൊക്കെ കൂടുതൽ ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള ഒരു ചിന്താഗതിയാണ് ലിബറലിസം എന്ന് പറയുന്നത്. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ രാഷ്ട്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലിയും രാഷ്ട്രത്തിൻ്റെ ഒരേ ഒരു ജോലിയും ക്രമസമാധാനം നിലനിർത്തുക എന്നുള്ളതാണ്. രാഷ്ട്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് ക്രമസമാധാനം നിലനിർത്തുകയാണ്. അപ്പോൾ മാർക്കറ്റ് കാര്യങ്ങളിൽ ഇടപെടുകയോ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ ഇടപെടുകയോ ചെയ്യേണ്ടത് കാര്യമില്ല. എന്ത് ചെയ്താൽ മതി, നാട്ടിൽ ക്രമസമാധാനം നിലനിർത്തിയാൽ മതി രാഷ്ട്രം എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് ലിബറലിസം മുന്നോട്ട് വെക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ വിപണിയിലും വ്യക്തി സ്വാതന്ത്ര്യത്തിലും രാഷ്ട്രം ഇടപെടാൻ പാടില്ല എന്നുള്ളതാണ് ആരഭിപ്രായം, ലിബറൽ ചിന്തകന്മാർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. ചുരുക്കി പറയുകയാണെങ്കിൽ രാഷ്ട്രത്തെക്കുറിച്ചുള്ള ലിബറൽ കാഴ്ചപ്പാട് മുതലാളിത്തത്തെയും മധ്യവർഗത്തെയും പിന്തുണക്കുന്ന ഒരു കാഴ്ചപ്പാടാണെന്ന് മനസ്സിലാക്കുക. രാഷ്ട്രത്തെക്കുറിച്ചുള്ള ലിബറൽ കാഴ്ചപ്പാടിനെ നമുക്ക് പൊതുവെ രണ്ടായിട്ട് തരംതിരിക്കാൻ പറ്റും. ഒന്ന് ക്ലാസിക്കൽ ലിബറലിസം ഉണ്ട്, മറ്റൊന്ന് പോസിറ്റീവ് ലിബറലിസം ഉണ്ട്. അപ്പോൾ ലിബറലിസത്തെ തന്നെ നമുക്ക് രണ്ട് രീതിയിൽ തരംതിരിക്കാൻ പറ്റും. ക്ലാസിക്കൽ ലിബറലിസം ഉണ്ട്, പോസിറ്റീവ് ലിബറലിസം ഉണ്ട്. അപ്പോൾ ഇതിൽ ക്ലാസിക്കൽ ലിബറലിസം എന്ന് പറയുന്നത്, ക്ലാസിക്കൽ ലിബറൽ ചിന്തകന്മാരുടെ അഭിപ്രായത്തിൽ പ്രകൃതിദത്തമായി ലഭിച്ച അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായിട്ട് ഒരു കരാറിലൂടെ നിലവിൽ വന്ന സംവിധാനമാണ് രാഷ്ട്രം. അപ്പോൾ മനുഷ്യന് പ്രകൃതി നൽകിയ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായിട്ട് ഒരു കരാറിലൂടെ നിലവിൽ വന്ന സംവിധാനമായിട്ടാണ് രാഷ്ട്രത്തെ ആര് കാണുന്നത്, ക്ലാസിക്കൽ ലിബറൽ ചിന്തകന്മാർ കാണുന്നത്. അപ്പോൾ തോമസ് ഹോബ്സ്, ജോൺ ലോക്ക് ഇങ്ങനെയുള്ള ചിന്തകന്മാരാണ് ഈ ക്ലാസിക്കൽ ലിബറലിസത്തിൻ്റെ വക്താക്കൾ. അപ്പോൾ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, മനുഷ്യന് പ്രകൃതി ചില സ്വാതന്ത്ര്യങ്ങളും അവകാശങ്ങളും നൽകിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ രാഷ്ട്രം എന്ന് പറയുന്ന ഒരു സംവിധാനം, സമൂഹം എന്ന് പറയുന്ന സംവിധാനമൊക്കെ വന്നതോടുകൂടി മനുഷ്യന് അവൻ്റെ മുൻപുണ്ടായിരുന്ന അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു കാഴ്ചപ്പാടിലേക്കൊക്കെ ആരെത്തുന്നുണ്ട്, ഈ തോമസ് ഹോബ്സ്, ജോൺ ലോക്കിനെ പോലുള്ള ചിന്തകന്മാർ എത്തുന്നുണ്ട്. മനസ്സിലായിട്ടുണ്ടല്ലോ? അപ്പോൾ ക്ലാസിക്കൽ ലിബറൽ ചിന്തകന്മാരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാർ തോമസ് ഹോബ്സും ജോൺ ലോക്കൊക്കെയാണ്. അപ്പോൾ തോമസ് ഹോബ്സ് പറയുന്നത് ഒരു സാമൂഹിക കരാറിലൂടെയാണ് മനുഷ്യന് രാഷ്ട്രവും സമൂഹമൊക്കെ ഉണ്ടാക്കിയത് എന്നാണ് അല്ലേ. ക്ലാസിക്കൽ ലിബറൽ ചിന്തകന്മാർ രാഷ്ട്രത്തെ ഏറ്റവും അത്യാവശ്യമായി വരുന്ന ഒന്നായിട്ടാണ് അവർ കാണുന്നത്. രാഷ്ട്രം എന്ന് പറയുന്നത് അത്യാവശ്യം വേണ്ട ഒരു കാര്യം ആയിട്ട് തന്നെയാണ് ഈ ക്ലാസിക്കൽ ചിന്തകന്മാർ കാണുന്നത്. കാരണം രാഷ്ട്രം വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിന് എന്ത് നിശ്ചയിക്കുന്നുണ്ട്, പരിധി നിശ്ചയിക്കുന്നുണ്ട്. പക്ഷേ ജോൺ ലോക്ക് പറയുന്നതനുസരിച്ച് മനുഷ്യന് ഒരു സാമൂഹ്യ കരാറിലൂടെ സമൂഹവും അതുപോലെ തന്നെ ഒരു രാഷ്ട്രീയ കരാറിലൂടെ രാഷ്ട്രമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ രാഷ്ട്രം നിലവിൽ വന്നതോടുകൂടി മനുഷ്യന് അവന് പ്രകൃതി നൽകിയ അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിന് പരിധി നിശ്ചയിക്കുന്ന ഒരു സംവിധാനമായിട്ട് അവർ എന്തിനെ കാണുന്നുണ്ട്, രാഷ്ട്രത്തെ കാണുന്നുണ്ട്.
എന്നാൽ രണ്ടാമത്തെ കാഴ്ചപ്പാട് പോസിറ്റീവ് ലിബറലിസമാണ്. പോസിറ്റീവ് ലിബറലിസം എന്ന് പറയുന്നത് 19-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ ക്ലാസിക്കൽ ലിബറലിസത്തിന് എന്ത് നഷ്ടപ്പെട്ടു, അതിന്റെ പ്രസക്തി നഷ്ടപ്പെടുകയാണ്. അങ്ങനെയാണ് ഒരു കൂട്ടം ചിന്തകന്മാർ, JS മില്ല്, TH ഗ്രീന്, RM മേക്കൈവറ പോലുള്ള ചിന്തകന്മാർ പോസിറ്റീവ് ലിബറലിസം എന്ന് പറയുന്ന ഒരു പുതിയ കാഴ്ചപ്പാട് കൊണ്ടുവരുന്നത്. ഇവരുടെ അഭിപ്രായത്തിൽ തർക്കങ്ങൾ പരിഹരിക്കാനും ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനൊക്കെ ഉള്ള ഒരു ഉപകരണമായിട്ടാണ് അവർ രാഷ്ട്രത്തെ കണ്ടത്. അപ്പോൾ ഈ പോസിറ്റീവ് ലിബറലിസത്തിന്റെ വക്താക്കൾ, പ്രത്യേകിച്ച് JS മില്ല്, TH ഗ്രീന്, RM മേക്കൈവറ പോലുള്ള ചിന്തകന്മാർ പറയുന്നത് സമൂഹത്തിലെ തർക്കങ്ങൾ പരിഹരിക്കാനും ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ഒരു ഉപകരണമാണ് രാഷ്ട്രം എന്നാണ്. മനസ്സിലായിട്ടുണ്ടല്ലോ? അപ്പോൾ പോസിറ്റീവ് ലിബറലിസത്തിൻ്റെ ആൾക്കാർ പറയുന്നത് സമൂഹത്തിൽ നിലനിൽക്കുന്ന വ്യത്യസ്ത താല്പര്യങ്ങൾ കണക്കിലെടുത്ത് തർക്കങ്ങൾ പരിഹരിക്കാൻ രാഷ്ട്രം അതിൻ്റെ അധികാരങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സമൂഹത്തിലെ മുഴുവൻ താല്പര്യങ്ങളും സംരക്ഷിക്കുന്ന, സമൂഹത്തിൽ ഐക്യം കൊണ്ടുവരുന്ന ഒരു ഏജൻസി ആയിട്ടാണ് ഈ പോസിറ്റീവ് ലിബറലിസത്തിൻ്റെ ആൾക്കാർ രാഷ്ട്രത്തെ കാണുന്നത്. മനസ്സിലായോ? അപ്പോൾ നവ ലിബറലിസത്തിൻ്റെ വരവോടുകൂടി വിപണി രാഷ്ട്രത്തെ നിയന്ത്രിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നവ ലിബറൽ സമൂഹത്തിൽ രാഷ്ട്രം വ്യക്തി സ്വാതന്ത്ര്യത്തിലും വിപണിയിലും കാര്യമായിട്ട് എന്ത് ചെയ്യുന്നില്ല, ഇടപെടുന്നില്ല. ഇന്ന് രാഷ്ട്രം എന്ന് പറയുന്നത് ക്രമസമാധാനം നിലനിർത്തുക എന്നുള്ള ഒറ്റ ജോലി മാത്രമേ ചെയ്യുന്നത്. വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തിലോ അല്ലെങ്കിൽ മാർക്കറ്റ് കാര്യങ്ങളിലോ രാഷ്ട്രം എന്ത് ചെയ്യുന്നില്ല, ഇടപെടുന്നില്ല എന്നുള്ളതാണ് നവ ലിബറൽ കാഴ്ചപ്പാടനുസരിച്ച് രാഷ്ട്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി എന്ന് പറഞ്ഞാൽ ക്രമസമാധാനം നിലനിർത്തൽ മാത്രമാണ്. വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തിൽ കടന്നു കയറാനോ അതുപോലെ തന്നെ വിപണിയിലേക്ക് നിയന്ത്രണം വെക്കാനൊന്നും രാഷ്ട്രത്തിന് എന്തില്ല, അധികാരം ഇല്ല. രാഷ്ട്രം എന്ന് പറഞ്ഞാൽ എന്തിനുള്ള സംവിധാനമാണ്? സമൂഹത്തിൽ ക്രമസമാധാനം കൊണ്ടുവരാനുള്ള, അല്ലേ? അതുപോലെ തന്നെ തർക്കങ്ങൾ പരിഹരിക്കാനും ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ഒരു ഏജൻസി ആയിട്ടാണ് ഇവർ ഈ പോസിറ്റീവ് ലിബറലിസത്തിൻ്റെ, നവ ലിബറലിസത്തിൻ്റെ ആളുകൾ എന്തിനാ കാണുന്നത്? രാഷ്ട്രത്തെ കാണുന്നത്. മനസ്സിലായോ? എല്ലാവരും അടുത്ത ഹെഡിങ് ശ്രദ്ധിക്കുക. മാർക്സിയൻ വ്യൂ, അതായത് രാഷ്ട്രത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള മാർക്സിസ്റ്റ് കാഴ്ചപ്പാടാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ മാർക്സിസ്റ്റ് കാഴ്ചപ്പാടനുസരിച്ച് രാഷ്ട്രം എന്ന് പറഞ്ഞാൽ മനുഷ്യനിർമ്മിതമായ ഒരു ഉപകരണമാണ്. രാഷ്ട്രം എന്ന് പറഞ്ഞാൽ അത് മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരു ഉപകരണമായിട്ടാണ് മാർക്സിസ്റ്റ് ചിന്തകന്മാർ രാഷ്ട്രത്തെ കാണുന്നത്. മനസ്സിലായോ? അപ്പോൾ സമൂഹത്തിലെ എല്ലാവരുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു സംവിധാനമൊന്നുമല്ല രാഷ്ട്രം. സമൂഹത്തിലെ എല്ലാവരുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന, സമൂഹത്തിലെ സംഘർഷങ്ങൾ പരിഹരിക്കുന്ന ഒരു സംവിധാനമായിട്ട് ഒരിക്കലും മാർക്സിസ്റ്റ് ചിന്തകന്മാർ രാഷ്ട്രത്തെ എന്ത് ചെയ്യുന്നില്ല, കാണുന്നില്ല. രാഷ്ട്രം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഈ മാർക്സിസ്റ്റ് ചിന്തയുടെ തുടക്കക്കാരായ കാൾ മാർക്സ്, ഫ്രെഡറിക് എംഗൽസിനെ പോലുള്ള ചിന്തകന്മാർ പറയുന്നുണ്ട്, വർഗാധിപത്യത്തിൻ്റെയും ചൂഷണത്തിൻ്റെയും ഒരു ഉപകരണമാണ്. അതായത് സമൂഹത്തിൽ വർഗാധിപത്യം നിലനിർത്തുന്ന, മുതലാളി വർഗത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന, ചൂഷണത്തിന് കാരണമാകുന്ന ഒരു ഉപകരണമായിട്ടാണ് കാൾ മാർക്സിനെ പോലുള്ള പണ്ഡിതന്മാർ, ഫ്രെഡറിക് എംഗൽസിനെ പോലുള്ള പണ്ഡിതന്മാർ രാഷ്ട്രത്തെ നോക്കിക്കാണുന്നത്. അപ്പോൾ രാഷ്ട്രം എന്ന് പറഞ്ഞാൽ ഒരിക്കലും സമൂഹത്തിലെ എല്ലാവരുടെയും താല്പര്യം സംരക്ഷിക്കുന്ന ഒരു സ്ഥാപനമല്ല, മറിച്ച് സമൂഹത്തിലെ ഉപരിവർഗത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന, അല്ലേ, താഴെത്തട്ടിലുള്ളവരുടെ ചൂഷണം ചെയ്യുന്ന ഒരു സംവിധാനമായിട്ടാണ് ഇവർ രാഷ്ട്രത്തെ കാണുന്നത്. മനസ്സിലായിട്ടുണ്ടല്ലോ? അപ്പോൾ മാർക്സിസ്റ്റ് ചിന്തകന്മാർ പറയുന്നത് സമൂഹത്തിലെ ഉപരിവർഗം താഴെത്തട്ടിലുള്ള വർഗങ്ങളെ ചൂഷണം ചെയ്യാനും അടിച്ചമർത്താനും രാഷ്ട്രം എന്ന സംവിധാനത്തെ എന്ത് ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ രാഷ്ട്രം സമൂഹത്തിലെ ഉപരിവർഗത്തിൻ്റെ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്നത്. സമൂഹത്തിലെ ഉയർന്ന വർഗത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് രാഷ്ട്രം പ്രവർത്തിക്കേണ്ടതെന്നാണ് മാർക്സിസ്റ്റ് ചിന്തകന്മാർ പറയുന്നത്. അപ്പോൾ മുതലാളിത്ത സമൂഹത്തിലെ രാഷ്ട്രത്തിൻ്റെ മുഖ്യ ജോലി എന്ന് പറയുന്നത് തൊഴിലാളി വർഗ സ്ഥാപനങ്ങളെ അടിച്ചമർത്തലാണ്, അല്ലേ? തൊഴിലാളി വർഗ സ്ഥാപനങ്ങളെ അടിച്ചമർത്താനാണ് മുതലാളിത്തത്തിൽ രാഷ്ട്രം ശ്രമിക്കുന്നത് എന്നാണ് കാൾ മാർക്സിനെ പോലുള്ള പണ്ഡിതന്മാർ പറയുന്നത്. അപ്പോൾ ഉൽപാദന മാർഗങ്ങളുടെ മേലിൽ മുതലാളി വർഗത്തിൻ്റെ ആധിപത്യം ഉറപ്പിക്കുക എന്നുള്ളതിനാണ് ഇന്നത്തെ രാഷ്ട്രം ശ്രമിക്കുന്നത്, അല്ലേ? അപ്പോൾ വർഗ വ്യത്യാസങ്ങളാണ് രാഷ്ട്രം എന്ന സ്ഥാപനത്തിൻ്റെ ഉത്ഭവത്തിൻ്റെ കാരണം എന്ന് പോലും മാർക്സിസ്റ്റ് ചിന്തകന്മാർ പറയുന്നുണ്ട്. അപ്പോൾ വർഗ വ്യത്യാസങ്ങളാണ് സമൂഹത്തിലെ രാഷ്ട്രം എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടാക്കിയത് എന്ന് പോലും അവർ വാദിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആധിപത്യമുള്ള വർഗം, അല്ലേ, സമൂഹത്തിലെ ഏറ്റവും ഉപരിവർഗം അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും അടിത്തട്ടിലുള്ള വർഗങ്ങളെ ചൂഷണം ചെയ്യാനൊക്കെ വേണ്ടി രാഷ്ട്രത്തെ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രാഷ്ട്രം അടിച്ചമർത്തൽ നടത്തുന്ന, ചൂഷണം നടത്തുന്ന, അതുപോലെ തന്നെ അനീതി ഉണ്ടാക്കുന്ന ഒരു ഉപകരണമായിട്ടാണ്, അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണം ആയിട്ടാണ് രാഷ്ട്രത്തെ കാണുന്നത്. മനസ്സിലായോ? അപ്പോൾ രാഷ്ട്രം എന്ന് പറഞ്ഞാൽ അടിച്ചമർത്തൽ, ചൂഷണം, അനീതി എന്നിവയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു ഉപകരണം മാത്രമാണ് എന്നാണ് മാർക്സിസ്റ്റ് ചിന്തകന്മാർ പറയുന്നത്. മനസ്സിലായിട്ടുണ്ടല്ലോ? അപ്പോൾ മാർക്സിസം മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്ര സങ്കല്പം എന്ന് പറയുന്നത് അത് സോഷ്യലിസ്റ്റ് രാഷ്ട്രമാണ്.
അതായത് വർഗവ്യത്യാസങ്ങളില്ലാത്ത എല്ലാവരും തുല്യരായ എല്ലാം ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു സോഷ്യലിസ്റ്റ് രാഷ്ട്രത്തെയാണ് മാർക്സിസ്റ്റുകാർ സ്വപ്നം കാണുന്നത്. അങ്ങനത്തെ ഒരു രാഷ്ട്രം വരുന്നതോടുകൂടി രാഷ്ട്രത്തിന് അതിൻ്റെ ചരിത്രപരമായ സ്വഭാവം നഷ്ടപ്പെടും അല്ലേ. മുമ്പുള്ള രാഷ്ട്രമായിരിക്കില്ല സോഷ്യലിസം വരുന്നതോടുകൂടി സംഭവിക്കുക. എല്ലാവരും തുല്യരായ എല്ലാ ഉൽപ്പാദന മാർഗങ്ങളും ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു രാഷ്ട്രം നിലവിൽ വരുന്നതിനെക്കുറിച്ചാണ് ആര് ചിന്തിക്കുന്നത്? മാർക്സിസ്റ്റ് ചിന്തകന്മാർ ചിന്തിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു രാഷ്ട്രത്തെക്കുറിച്ചാണ് അവർ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രസങ്കല്പം എന്നുള്ളത് എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ഭാഗവുമായിട്ട് കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.